തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ് കേട്ടോ പറയണത്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ആർ മേജർ സെക്ടേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ സെക്ടേഴ്സ് ഏതാണ് മേജർ ആയിട്ടുള്ളത്? എക്സ്പോർട്ടും ഇമ്പോർട്ടും തന്നെയാണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് നീഡ്സ് ഓഫ് ദ കൺട്രി. എക്സ്പോർട്ട് ഇമ്പോർട്ട് വരാൻ കാരണം എന്താണ്? രാജ്യത്തെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് അറിയാവുന്നത് കൊണ്ടാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും വരുന്നത്. There are other reasons like differences in labor cost, interest on capital, availability of capital, raw materials, etc. അതുമാത്രമല്ല ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടും ഉണ്ടാവാനുള്ള കാരണം ലേബർ കോസ്റ്റ് ഉണ്ടാകുന്ന വ്യത്യാസം, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ലഭ്യത, റോ മെറ്റീരിയൽ കിട്ടുക, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ടാകുന്നത്. ഓവർ ആൻഡ് എബവ് ദീസ് നീഡ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ദർ ആർ സർട്ടൻ തിയറീസ് ബിഹൈൻഡ് എക്സ്പോർട്ട്സ്. അത് മാത്രമല്ല, നീഡ്സ് അഡ്വാൻറ്റേജസ് മാത്രമല്ല എന്തിന് എക്സ്പോർട്ട് ഇമ്പോർട്ടും ഉണ്ടാകുന്നതിന് പകരം ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ടേക്ക് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? ചില തിയറീസും എന്തിൻ്റെ പേരിലുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയണത്. രണ്ടായിട്ടാണ് തരംതിരിച്ചാകുന്നത്: ട്രഡീഷണൽ തിയറീസ്, മോഡേൺ ട്രേഡ് തിയറീസ് കേട്ടോ. ട്രഡീഷണൽ തിയറീസ് 7 തിയറിയാണ് പറയണത്. മോഡേൺ ട്രേഡ് തിയറീസിൽ 3 തിയറിയാണ് കേട്ടോ പറയണത്. അപ്പം മോഡേൺ ട്രേഡ് തിയറിയിൽ 3 എണ്ണം, ട്രഡീഷണൽ തിയറീസ് 7 തിയറീസുമാണ് പറയണത്. ഇനി ട്രഡീഷണൽ തിയറി എന്താണെന്ന് പറയാം. ട്രഡീഷണൽ തിയറീസ് ആർ തിയറീസ് വിച്ച് എംഫസൈസ് ഓൺ ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്. എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തേണ്ടത്, അതിനെയാണ് ട്രഡീഷണൽ തിയറീസ് എന്ന് പറയണത്. ദീസ് തിയറീസ് ആർ കൺസിഡേർഡ് കൺട്രി സ്പെസിഫിക്. ഓരോ രാജ്യത്തിൻ്റെയും അനുസരിച്ചിട്ടായിരിക്കും തിയറീസ് വരുന്നത്. ഇഫ് എ കൺട്രി സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ്, എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? ഇഫ് എ കൺട്രി സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ഇറ്റ് ഗെറ്റിംഗ് ആൻ ആബ്സല്യൂട്ട് ഓർ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്, then it will get a similar advantage by exporting that product and importing another product from other country. എന്താണ് പറയുന്നത്? ഒരു രാജ്യം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് സ്പെഷ്യലൈസ്ഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ അഡ്വാൻറ്റേജ് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ആ പ്രൊഡക്റ്റ്. അതിനോടൊപ്പം തന്നെ ആ പ്രൊഡക്റ്റിന് പകരം വേറൊന്ന് ആ രാജ്യം ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ട്രഡീഷണൽ തിയറീസ് എന്ന് പറയുന്നത്. 2 രാജ്യങ്ങൾ തമ്മിൽ നടത്തുമ്പോൾ അവരേതെങ്കിലും പ്രൊഡക്റ്റ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിന് ആവശ്യമായ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് അവിടെ വിറ്റഴിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങുന്നതിന് സാധിക്കും. ട്രഡീഷണൽ തിയറിയിൽ ഒന്നാമത്തത് മെർക്കൻറ്റലിസം ആണ് കേട്ടോ. മെർക്കൻറ്റലിസം എന്താണെന്ന് നോക്കാം. ദ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആർ നോൺ ആസ് മെർക്കൻറ്റലിസം. എന്താണ് പറയുന്നത്? ഇൻ്റർനാഷണൽ ട്രേഡിലെ ഫംഗ്ഷനാണ്. ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ ആയിട്ടാണ് എന്തിനെ പറയുന്നത്? മെർക്കൻറ്റലിസത്തിനെ പറയണത്. മെർക്കൻറ്റലിസം വാസ് ഡെവലപ്ഡ് ഇൻ ദ 16th century. 16ാം നൂറ്റാണ്ടിലാണിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഫോക്കസ് ഡയറക്റ്റ്ലി അപ്പോൺ ദ വെൽഫെയർ ഓഫ് ദ നേഷൻ. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ വെൽഫെയർ ആണ് അല്ലേ അവർ ഉദ്ദേശിക്കുന്നത്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് നല്ലതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഇൻസിസ്റ്റഡ് ദാറ്റ് ദ അക്വിസിഷൻ ഓഫ് വെൽത്ത് അക്വയർ ചെയ്യാം, particularly wealth in the form of gold was of paramount importance for a nation. അതും ഏത് രൂപത്തിലാണ്? ഗോൾഡ് രൂപത്തിൽ വെൽത്ത് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു രാജ്യം സംബന്ധിച്ച് എന്താണ് അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഗോൾഡിലുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന്. ദ ട്രേഡ് പോളിസി ഡിക്റ്റേറ്റഡ് ബൈ മെർക്കൻറ്റലിസ്റ്റ് ഫിലോസഫി വാസ് അക്കോർഡിംഗ്ലി സിമ്പിൾ. എന്താണ്? മെർക്കൻറ്റലിസ്റ്റിൻ്റെ ഫിലോസഫി പ്രകാരം ട്രേഡ് പോളിസിയിൽ പറയണത് എൻകറേജ് എക്സ്പോർട്ട് എൻകറേജ് ചെയ്യുക, ഡിസ്കറേജ് ഇമ്പോർട്ട്, ആൻഡ് ടേക്ക് ദ പ്രൊസീഡ്സ് ഓഫ് ദ റിസൾട്ടിങ് എക്സ്പോർട്ട് സർപ്ലസ് ഇൻ ഗോൾഡ്. അതുപോലെ തന്നെ എക്സ്പോർട്ടിന് ഫലമായിട്ട് കിട്ടുന്ന എന്ത് ചെയ്യുക? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോളിസിന് മെർക്കൻറ്റലൈസ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. എക്സ്പോർട്ട് എൻകറേജ് ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക ഇമ്പോർട്ട്, എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. Mercantilists took the virtues of gold almost as an article of faith, but they never tried to explain adequately why the pursuit of gold deserves such a high priority in their economic plans. മെർക്കൻറ്റലിസ്റ്റ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഗോൾഡിന് തന്നെയാണ്. അവർ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യണില്ല എന്തുകൊണ്ടാണ് ഗോൾഡ് അവർ ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെന്ന്. ഇക്കണോമിക് പ്ലാൻസിൽ വരുമ്പോൾ ഗോൾഡിന് എന്താണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണമെന്ന്. With its insistence on the accumulation of national wealth in the form of gold by encouraging exports and discouraging imports,
മെർക്കന്റിലിസം വാസ് ആൻ ഇൻകൺസിസ്റ്റന്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി സെൽഫ് ഡിഫീറ്റിംഗ് തിയറി. അപ്പോൾ അതിൽ നോക്കുന്നത് എക്സ്പോർട്ട് എൻകറേജ് ചെയ്യുക, ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യുക. ഇപ്പോൾ മെർക്കന്റിലിസം എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി സെൽഫ് ഡിഫീറ്റിംഗ് തിയറി ആയിട്ടാണ് മെർക്കന്റിലിസത്തിനെ പറയുന്നത് കേട്ടോ. Because of their nationalist bent, mercantilist theories either brushed aside or else did not realize that from an international viewpoint, this policy would necessarily prove self-defeating. The nation that successfully gains an export surplus must ordinarily do so at the expense of one or more other nations that record a matching import surplus. ഇപ്പം നാഷണലിസ്റ്റ് ചെയ്യണത് മെർക്കന്റിലിസ്റ്റിൻ്റെ തിയറി പ്രകാരം അവരെന്ത് ചെയ്യണില്ല, അത് നോക്കണില്ല, അത് ഒരു സ്ഥലത്തേക്ക് ബ്രഷ്ഡ് അസൈഡ് എന്നാണ് ഒരു വശത്തേക്ക് ഇതാക്കി വെച്ചിട്ട് അവർ എന്ത് ചെയ്യണേ, ഇൻ്റർനാഷണൽ വ്യൂ പോയിന്റിൽ പോളിസിക്ക് സെൽഫ് ഡിഫീറ്റിംഗ് എന്ന് പറയുന്നത് സ്വയം അവരെന്ത് ചെയ്യണം, ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. എന്താണ്? എക്സ്പോർട്ടാണ് കൂടുതൽ അവർ എന്ത് ചെയ്യണത്, മുൻതൂക്കം നൽകണത്, ഇമ്പോർട്ട് കുറച്ച് കൊണ്ടുവരാനാണ് നോക്കണത്. അതിന് അവർ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ സർപ്ലസ് എമൗണ്ട് ഗോൾഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള സ്റ്റിക്ക് ഓൺ ചെയ്യണില്ല കേട്ടോ. അവരത് വേറെ സർപ്ലസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാത്തൊരു പ്രൊഡക്റ്റ് ആ രാജ്യത്തു നിന്ന് നമ്മളെവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെർക്കന്റിലിസത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്നാണ് പറയണത്? എൻകറേജ് എക്സ്പോർട്ട്, ഡിസ്കറേജ് ഇമ്പോർട്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ആബ്സലൂട്ട് അഡ്വാൻറ്റേജ് തിയറിയാണ് പറയണത്. ദിസ് തിയറി എക്സ്പ്ലെയിൻസ് വൈ ട്രേഡ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ കൺട്രീസ്. ഇതിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണത്, ട്രേഡിങ് വന്നിരിക്കണതെന്ന്. ദ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ലൈക്ക് ആദം സ്മിത്ത്, റിക്കാർഡോ, മില്ലറ്റ് believed that the value of product in a country is determined by its labor content. എന്താണ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റ് സാമ്പത്തിക വിദഗ്ധരാണ് സ്മിത്ത്, റിക്കാർഡോ, മില്ലറ്റ്. അവർ വിശ്വസിക്കുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയണത് ലേബർ കണ്ടൻറ്റ്, അത് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവരുമായി കൂട്ടിച്ചേർത്താണ് വന്നതെന്ന്. Some countries have absolute advantage in the production of some goods as labor cost is low in such countries. ചില രാജ്യങ്ങളിൽ എന്താണ്, പ്രൊഡക്ഷൻ നടത്താൻ ലേബർ കോസ്റ്റ് വളരെ കുറച്ച് മതിയായിരിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കോസ്റ്റ് കുറവിന് അവർക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ദേ ക്യാൻ എക്സ്പോർട്ട് സച്ച് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് അതർ ഗുഡ്സ് ഫോർ വിച്ച് ലേബർ കോസ്റ്റ് ഈസ് ഹയർ ദാൻ ഇൻ ദ ഹോം കൺട്രി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഗുഡ്സ് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം, നമ്മൾക്ക് നമ്മളുടെ രാജ്യത്ത് ലേബർ കോസ്റ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. For instance, if India has advantage in the production of cloth and USA has advantage in the production of wheat, India should produce only cloth and export it to USA, and USA should produce wheat and export it to India. The theory argues that both countries will benefit from this trade. അപ്പോൾ ആബ്സലൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാക്കുന്നത്, ഇന്ത്യയിൽ എന്താണ് നമ്മൾ കൂടുതൽ തുണി വ്യവസായം കൂടുതലാണ്. USA അവരെന്താണ് വീറ്റാണ്, ഗോതമ്പാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലോത്ത് USA കൊടുക്കും, USA നമുക്കതിന് പകരം ഗോതമ്പ് ഇങ്ങോട്ട് തരികയും ചെയ്യും. അപ്പോൾ രണ്ട് രാജ്യത്തിന് എന്താണ് ബെനഫിറ്റ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കൂടുതൽ കോസ്റ്റ് വേണം, അതിനുള്ള സാഹചര്യം കുറവാണ്. അപ്പോൾ USA അതെന്താണ്, അവർക്ക് അതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് തുണികളാണ് ആവശ്യം, അതുകൊണ്ട് അവരത് വാങ്ങും. ക്ലോത്ത്, പരുത്തിയുടെ ഇതൊക്കെ അല്ലേ, ഖാദി അങ്ങനെയുള്ള തുണികൾ, അപ്പോൾ അത് വാങ്ങും, അവർ പ്രൊഡക്ഷൻ നടത്താൻ നോക്കും. അപ്പോൾ രണ്ട് രാജ്യത്തിന് എന്താണ് അഡ്വാൻറ്റേജ് ആണ്. ഇഫ് ദ എക്സ്ചേഞ്ച് റേഷ്യോ ബിറ്റ്വീൻ വീറ്റ് ആൻഡ് ക്ലോത്ത് ഇൻ ഇന്ത്യ ഈസ് 1:3, while in USA it is 4:1. Wheat of USA can be exchanged for cloth of India profitably. ഇപ്പം എന്താണ് പറയണത്, എക്സ്ചേഞ്ച് റേഷ്യോ വീറ്റും ക്ലോത്തിൻ്റെ ഇന്ത്യയിലാണെങ്കിൽ 1:3 ആണ് വന്നത്, USA 4:1 ആണ് വരുന്നത്. അപ്പോൾ USA സംബന്ധിച്ചിടത്തോളം ക്ലോത്ത് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇന്ത്യയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്. എ റേഷ്യോ ഓഫ് 2:2 വിൽ ബെനഫിറ്റ് ബോത്ത് ദ കൺട്രീസ്. രണ്ടും 2:2 ആണെങ്കിൽ എന്താണ്, രണ്ട് രാജ്യത്തിനും ഒരേപോലെ അഡ്വാൻറ്റേജ് ആണ്. ഇൻ ഇന്ത്യ 2 units ഓഫ് ക്ലോത്ത് കനോട്ട് സെക്യൂർ മോർ ദാൻ
1/3 unit of wheat, while in USA 2 unit of wheat cannot secure more than 1/4 unit of cloth. അതായത് പറയണത് ഇന്ത്യയിൽ 2 യൂണിറ്റ് ക്ലോത്ത് ഒരിക്കലും 1/3 യൂണിറ്റ് വീറ്റിന് ഈക്വൽ ആകുന്നില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ USA 2 യൂണിറ്റ് ഓഫ് വീറ്റ് ആണ് പറയണത്. അത് cannot secure more than 4/1 യൂണിറ്റ് ക്ലോത്തിന് എന്താണ് ഈക്വൽ ആകുന്നില്ല. ഇത്രയേ ഉള്ളൂ പറയണത്. ഇന്ത്യയിൽ നമ്മൾക്ക് കിട്ടുന്ന ക്ലോത്ത് 2 യൂണിറ്റ് ക്ലോത്ത് കൊടുത്തിട്ട് നമുക്ക് എന്താണ് 1/3 ഗോതമ്പ് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് എന്താണ് 2 യൂണിറ്റ് വീറ്റ് ഇന്ത്യക്ക് കൊടുത്തിട്ട് അവർക്ക് 4/1 യൂണിറ്റ് ക്ലോത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ദസ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, അതപ്പോൾ ഇതിൽ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണെന്നാണ് പറയണത് കേട്ടോ. ഇതിൽ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിങ് നടത്തുമ്പോൾ അവർക്ക് ലേബർ കോസ്റ്റ് കൂടുതലുള്ളത് എന്ത് ചെയ്യും, അവർ ഇറക്കുമതി ചെയ്യും. ഇവിടുന്ന് ലേബർ കോസ്റ്റിന് കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് ചെയ്യും, അതൊരു എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ തിയറി പ്രകാരമുള്ള അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആസ് എ സോഴ്സ് ഓഫ് ഇൻക്രീസ് ഔട്ട്പുട്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. Accordingly, each nation should specialize in the production of goods it is particularly well equipped to produce. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു രാജ്യം ഏതെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അവർക്ക് അതിനെന്താ വെൽ എക്യുപ്ഡ് ടു പ്രൊഡ്യൂസ് ആയിരിക്കണം, അതിനെല്ലാ സാധ്യതയും അവർക്ക് ഉണ്ടായിരിക്കണം. It should export part of this production and import other goods that it cannot produce so cheaply. അപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് പകരമായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ചീപ്പിൽ നിന്ന് ചിലവ് കുറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് സാധിക്കും. അതിനാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്താണെന്നാണ് പറയണത് കേട്ടോ. ഡേവിഡ് റിക്കാർഡോ ഡെവലപ്ഡ് ദിസ് തിയറി ഇൻ 1870. 1817 ഡേവിഡ് റിക്കാർഡോ ആണ് ഡെവലപ്പ് ചെയ്തത്. ഈ തിയറി പ്രകാരം പറയണത്, ദ കൺട്രി വുഡ് എക്സ്പോർട്ട് ദാറ്റ് കമ്മോഡിറ്റി ഇൻ വിച്ച് ഇറ്റ് ഹാഡ് എ ഗ്രേറ്റർ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഇമ്പോർട്ട് എ കമ്മോഡിറ്റി ഇൻ വിച്ച് ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ്. എന്താണ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതലുള്ള കമ്മോഡിറ്റി അവർക്ക് എന്താ എക്സ്പോർട്ട് ചെയ്യാം, കമ്പാരിറ്റീവ് ആയിട്ട് ഗ്രേറ്റർ ഡിസഡ്വാൻറ്റേജ് പ്രൊഡക്റ്റ് ചെയ്താണ് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ തിയറി പ്രകാരം അവർ ആർഗ്യൂ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, കൺട്രീസ് ഇൻ ദ ലോങ് റൺ വിൽ ടെൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ബിസിനസ് where they have comparative low cost advantage and import other goods. An example would illustrate the theory. തിയറി പ്രകാരം എന്താണ് പറയണത്, ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ സ്പെഷ്യലൈസ് ചെയ്യും, ലോങ് റണ്ണിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്ത് നോക്കണം, വെയർ ദേ ഹാവ് കമ്പാരിറ്റീവ് ലോ കോസ്റ്റ് അഡ്വാൻറ്റേജ്, ലോ കോസ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റണം, അതർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. എക്സാമ്പിൾ പറയാനുണ്ട് കേട്ടോ. സപ്പോസ് കൺട്രി എ ഈസ് ബെറ്റർ ദാൻ കൺട്രി ബി അറ്റ് മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ആൻഡ് കൺട്രി ബി ഈസ് ബെറ്റർ ദാൻ കൺട്രി അറ്റ് മേക്കിംഗ് ബ്രെഡ്. എന്താണ് പറയുന്നത്, എയും ബിയും 2 രാജ്യങ്ങളാണ്. എ ബിയേക്കുള്ള എന്താണ് ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ അവർ ബെറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യണേലും. ബി ആണെങ്കിൽ എനേക്കാൾ കൂടുതൽ ബ്രെഡ് മേക്കിംഗ്, അതിലാണ് അവർ എന്തുള്ളത് ബെറ്ററായിട്ടുള്ളത്. It is obvious that both would benefit if A specialized in automobiles and B specialized in bread and they traded their products. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താണ്, എ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓട്ടോമൊബൈൽസ് ആണ്, ബി എന്തിനാണ് ബ്രെഡിലാണ്. അപ്പോൾ അവർ ആ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എക്ക് ആവശ്യമായ ബ്രെഡ് ബി നൽകും, ബിക്ക് ആവശ്യം ഓട്ടോമൊബൈൽ സാധനങ്ങൾ ആര് നൽകും, എയും നൽകും. ദിസ് ഈസ് എ കേസ് ഓഫ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. ഇതിനെയാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. But if A is also superior making bread than B, the comparative cost theory says that A should still invest resource in what it does best, producing automobiles, and export the product to B. B should still invest in what it does best, making bread, and export the product to A, even if it is not as efficient as A. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അല്ല പറയണത്, എ ഈസ് ഓൾസോ സുപ്പീരിയർ മേക്കിംഗ് ബ്രെഡ് ദാൻ ബി. ബിയേക്കാൾ നന്നായിട്ട് എ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുന്നത് സുപ്പീരിയർ ആണ്. അവിടെ അവർ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി പറയണത് എയെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്, അവരെന്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുള്ളൂ, ബെസ്റ്റ് പ്രൊഡ്യൂസിങ് ഓട്ടോമൊബൈൽസ് ആണ്.
അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുള്ളൂ. എന്താണ് ബി അത് വാങ്ങും. അതുകൊണ്ട് അപ്പോൾ അവർ ആ പ്രൊഡക്റ്റ് ആർക്ക് കൊടുക്കും? ബിക്ക് കൊടുക്കും. ബിക്ക് എന്തെങ്കിലും ഓട്ടോമൊബൈൽ ചെയ്യാനായിട്ട് അവർക്ക് അത്ര എഫിഷ്യൻ്റ് അല്ല. ബി എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ? ബെസ്റ്റ് മേക്കിംഗ് ബ്രെഡ്. എന്തുകൊണ്ടാണത്? ബെസ്റ്റ് മേക്കിംഗ് ബ്രെഡിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യണത്. എന്തായാലും അവരുടെ ബിയുടെ പ്രൊഡക്റ്റ് വാങ്ങും. എയുടെ പ്രൊഡക്റ്റിനേക്കാളും നല്ലതല്ലെങ്കിൽ പോലും ബിയുടെ പ്രൊഡക്റ്റ് അവർ വാങ്ങാൻ നിർബന്ധിതമാകും. എന്തുകൊണ്ടാണത്? എയുടെ ഓട്ടോമൊബൈൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആരായിരിക്കും വാങ്ങുന്നത്? ബി ആയിട്ട് വാങ്ങും. അപ്പോൾ അതിനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. The comparative advantage theory argues that both countries would still benefit from the trade. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത് എന്താണ്? രണ്ട് രാജ്യങ്ങൾക്കും എന്തുണ്ട്? ബെനഫിറ്റ് കിട്ടുന്നുണ്ട് ട്രേഡിംഗ്. ഇൻ അതർ വേർഡ്സ് എ കൺട്രി നീഡ് നോട്ട് ബി ബെസ്റ്റ് അറ്റ് എനിത്തിങ് ടു ഗെയിൻ ഫ്രം ട്രേഡ്. മറ്റു വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യം ഏതെങ്കിലും ഒരു ട്രേഡിൽ ബെസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിൽ എന്തുണ്ടാവില്ല, ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. This is because of specialized production in which it has greater efficiency in production. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഏത് പ്രൊഡക്ഷൻ നടത്തുന്നതിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. എന്താണോ ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. ദിസ് വിൽ എൻഷുർ എഫിഷ്യൻ അലോക്കേഷൻ ഓഫ് ഗ്ലോബൽ റിസോഴ്സസ്. ഗ്ലോബൽ റിസോഴ്സുകൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്പെഷ്യലൈസ്ഡ് ഹെൽപ്സ് കൺട്രീസ് ടു ഗെയിൻ ഫ്രം ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നത് അത്തരം രാജ്യങ്ങൾക്കായിരിക്കും. However, the theory is based on certain assumptions. ചില അസംഷൻസ് ഉണ്ട്, അതിനനുസരിച്ചാണ് തിയറി എന്ത് ചെയ്യണത്, പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കമ്മോഡിറ്റീസ് ആർ പ്രൊഡ്യൂസ് ഓൺലി വിത്ത് ലേബർ. കമ്മോഡിറ്റീസ് അല്ല ലേബർ ഓറിയൻറ്റഡ് അല്ല, മെഷീൻ അല്ല. ദ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിറ്റർമൈൻ ദർ ലേബർ കണ്ടൻറ്റ്. പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്താണ്? ലേബർ കണ്ടൻറ്റ്. അത് ലേബറിൻ്റെ കോസ്റ്റും കൂടി കൂട്ടിയിട്ടാണ്. ദർ ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഫ്ലോ ഓഫ് ട്രേഡ് വിത്തൗട്ട് താരിഫ്സ് ആൻഡ് ഡ്യൂട്ടീസ്. എന്താണ് ഫ്ലോ ഓഫ് ട്രേഡ്? യാതൊരു റെസ്ട്രിക്ഷൻസിന് ഉണ്ടാകാൻ പാടില്ല, വിത്തൗട്ട് താരിഫ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിരിക്കണം. നാലാമത്തെ എന്താ പറയണത്? കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ് എക്സെട്രാ ആർ ഇഗ്നോർഡ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇല്ല, ഇൻഷുറൻസ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 4 അസംഷൻസിൻ്റെ ബേസിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രവർത്തിക്കുന്നത്. വി നോ ദാറ്റ് ദീസ് അസംഷൻസ് ഡു നോട്ട് ഹോൾഡ് ഗുഡ് ഇൻ മോഡേൺ ടൈംസ്. ഇപ്പം എന്താണ്, മോഡേൺ ടൈംസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ 4 കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ പറ്റില്ല. എന്താണ്, മെഷീനറിയാണ് ലേബറിന് പകരം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ലേബർ കണ്ടന്റ് അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് ആൻഡ് താരിഫ് ഡ്യൂട്ടി ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡിംഗ് നടത്താൻ പറ്റില്ല. പിന്നെന്താണ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടും ഇൻഷുറൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മോഡേൺ ടൈംസിൽ എന്താണത്, ബുദ്ധിമുട്ടാണ്. There are several types of barriers to trade imposed by governments and other agencies for various reasons. അല്ലേ, ഒരുപാട് ബാരിയേഴ്സ്, തടസ്സങ്ങളുണ്ട്. ഗവൺമെൻറ് മറ്റുള്ള ഏജൻസികളൊക്കെ പ്രകാരം ഒരു ട്രേഡിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. Still the theory has relevance in international trade as it emphasizes specialization. എന്നിട്ടും ഇതിവിടെ നിലനിൽക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ടായിരിക്കും, ആ പ്രൊഡക്ഷന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ തിയറി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി നാലാമത്തെ റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറി എന്നാണ് പറയണത്. ദ ക്ലാസിക്കൽ പൊസിഷൻ ഓൺ ട്രേഡ് ഹാസ് എലാബറേറ്റഡ് ഫർദർ ബൈ ജോൺ സ്റ്റുവർട്ട് മിൽ ആൻഡ് അതർ ഇക്കണോമിസ്റ്റ് ഇൻ ദ 20th century. എന്താണ് പറയണത്, 20th centuryയിൽ ജോൺ സ്റ്റുവർട്ട് മില്ലും പിന്നെ വേറൊരു ഇക്കണോമിസ്റ്റും കൂടിയാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജെ.എസ്. മിൽ ആർഗ്യൂഡ് ദാറ്റ് ദ ലോ ഓഫ് റെസിപ്രോക്കൽ ഡിമാൻഡ് സെറ്റ്സ് ദ, എന്താണ് ജെ.എസ്. മില്ല് പറയണത്, റെസിപ്രോക്കൽ ഡിമാൻഡ് സെറ്റ്സ് ദ പ്രൈസസ് അറ്റ് വിച്ച് ട്രേഡ് വിൽ ടേക്ക് പ്ലേസ്. എന്താണ്, പ്രൈസിനനുസരിച്ചിട്ടാണ് ഡിമാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് എങ്ങനെയാണോ വന്നത് ട്രേഡിങ്ങിൻ്റെ അതിനനുസരിച്ചിട്ടാണ്. ഇൻ ദ ഏർലിയർ എക്സാമ്പിൾ വി ഹാവ് സീൻ റെസിപ്രോക്കൽ ഡിമാൻഡ് മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് US ഡിമാൻഡ് ഫോർ ഇന്ത്യൻ ക്ലോത്ത് ആൻഡ് ഇന്ത്യൻ ഡിമാൻഡ് ഫോർ US വീറ്റ്. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ട്, എന്താണ് റെസിപ്രോക്കൽ ഡിമാൻഡ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണത്. US എന്താണ് ഇന്ത്യൻ ക്ലോത്തിന് ഡിമാൻഡ് ചെയ്യേണ്ടത്, ഇന്ത്യ ആണെങ്കിൽ USൻ്റെ വീറ്റിനാണ് ഡിമാൻഡ് കൊടുക്കുന്നത്. ദിസ് തിയറി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഫ്രീ ട്രേഡ് ഈസ് അലൗഡ്. പിന്നെ ഈ അസംഷൻസിൻ്റെ റെസിപ്രോക്കൽ ഡിമാൻഡും എന്തിന് ബേസ് ചെയ്തിട്ടാണ്, ഫ്രീ ട്രേഡ് നടക്കും, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഈ ഡിമാൻഡ് പ്രവർത്തിക്കുന്നത്. ബട്ട് ദ റിയൽ വേൾഡ് സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ശരിക്കുള്ള കണ്ടീഷൻ എന്താണ്, വ്യത്യാസമാണ്. ഗവൺമെൻറ് പുട്ട് റെഗുലേഷൻസ് ഇൻ ട്രേഡ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ആൻഡ് എംപ്ലോയ്മെൻറ്റ്, കറക്റ്റ് ഇംബാലൻസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എക്സെട്ര.
ഗവൺമെൻറ് ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും എംപ്ലോയ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിനും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കറക്റ്റ് ആയിട്ട് ഇംബാലൻസ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ട്രേഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിച്ച് ഇൻഡസ്ട്രീസ് countries and developing nations which produce chiefly primary products are conducted for many other reasons. The theory does not give guidance on this. ട്രേഡ് ക്യാപിറ്റൽ റിച്ച് ഇൻഡസ്ട്രി കൺട്രീസ് ഉണ്ടായിരിക്കും, ഡെവലപ്പിംഗ് നേഷൻസ് തമ്മിൽ ട്രേഡിങ് നടക്കുമ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള പ്രൊഡക്ഷനാണ്, പ്രൈമറി പ്രൊഡക്റ്റാണ് അവർ കൂടുതൽ നോക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് നോക്കണോ, അതിനെപ്പറ്റി യാതൊരു കാരണവും പറയുന്നില്ല. അപ്പോൾ അത് എന്തിന് ആവശ്യമായ ഗൈഡൻസ് നൽകണില്ല? ട്രേഡിങ് നടക്കേണ്ടത് റിച്ച് ഇൻഡസ്ട്രി കൺട്രീസ് ഡെവലപ്പിംഗ് നേഷൻസ് പോകുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും രണ്ട് രാജ്യങ്ങളുടെ റൂൾസൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഗൈഡ് ലൈൻസ് ഇതിന് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ തിയറിനോട് ജനറലൈസ്ഡ് ആയിട്ട് പറയണം കേട്ടോ. ദ എൻട്രി ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിഫറെൻറ്റ് റിസോഴ്സ് എൻഡോമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് എക്സെട്ര paved way for generalized theory on international trade. Professor Gray, Harry Johnson, Bertil Ohlin and many other contributed to generalized trade theory. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ തിയറിനെ ജനറലൈസ് ചെയ്തിട്ടാണ്, ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിംഗ് നടത്താൻ എന്തിനനുസരിച്ചിട്ട് ഓരോ രാജ്യത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ട്രേഡിംഗ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 പേരാണ്, ഈ 3 പേരും പിന്നെ വേറെ ആൾക്ക് ചേർന്നിട്ടാണ് ഇതിനെ ജനറലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 4 തിയറി മാത്രമേ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ.